കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ ഇനി CRPFന് കൈമാറും. CRPFന്റെ Z+ സുരക്ഷ ഏർപ്പെടുത്തുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു. കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് നടപടി. പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് മുന്നിൽ വാഹനം നിർത്തി പുറത്തിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസിനോട് കയർക്കുകയും തൊട്ടടുത്തുള്ള കടയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന ഗവർണർ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കാതെ മടങ്ങില്ലെന്ന നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു. പോലീസ് പ്രതിഷേധക്കാർക്ക് കരിങ്കൊടി കാണിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ഗവർണറുടെ നിലപാട്. തുടർന്ന് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന്റെ FIR പകർപ്പ് കാണിച്ചതോടെയാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്തു നിന്നും നിലമേൽ വഴി സദാനന്ദപുരത്തേക്ക് പോകുകയായിരുന്നു ഗവർണർ. 60 CRPF സൈനികരെയും 10 NSG കമാൻഡോകളെയും രാജ്ഭവനിൽ നിയോഗിക്കും. 70കളിൽ രാജ്ഭവൻ സുരക്ഷ കേരള പോലീസ് ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് രാജ്ഭവൻ സുരക്ഷ കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുന്നത്. പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ഗവർണർ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ഇടപെടൽ.